റസൂലുള്ള പറയാണ്, ഒരാൾക്കൊരു മുസീബത്തെത്തി, കുടുംബത്തിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു, പെട്ടെന്ന് ഭാര്യ മരിച്ചു, മക്കള് മരിച്ചു, വലിയ തകർച്ചകളുണ്ടായി, വലിയ ജോലി നഷ്ടപ്പെട്ടു, മകനെന്തോ വലിയ വിപത്ത് വന്നു, ഇങ്ങനെ എന്തോ ഒരു ദുരന്തം പ്രയാസം ഒരാൾക്കുണ്ടായി. ഉടനെ അത് കേട്ടപാട് അറിഞ്ഞപാട് ഇന്ന ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആ വചനം ചൊല്ലി സുമ്മ യഖൂലു എന്നിട്ടൊരു പ്രാർത്ഥന. എന്താ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? ഇന്നാ ലില്ലാഹ് ഞങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തന്നെയാണ്, അല്ലാഹുവിലേക്കുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം. എല്ലാം അല്ലാഹുവിലേക്ക് തന്നെയാണ്, അവന്റെ കോടതിയിലേക്കാണ്. ഈ വാക്ക് പറഞ്ഞിട്ട് സുമ്മ ഖാല എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി അല്ലാ എന്റെ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണമേ അല്ലാ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്താണോ ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്തു. ക്യാൻസറാന്നറിഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതായിരുന്നു. ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു, ക്യാൻസറാന്ന് പറഞ്ഞു. ഉടനായിട്ട് ദുആ ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണം പടച്ചോനെ. പിന്നെ വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ ഇതിനേക്കാൾ ഖൈർ നീ എനിക്ക് പകരം തരണം. ഈ ക്യാൻസർ ഒക്കെ മാറ്റിയിട്ട് പൂർണ്ണമായ ആരോഗ്യം പകരം നീ എനിക്ക് തരണം പടച്ചോനെ. അങ്ങനെ ദുആയിരുന്നു. എന്ത് നഷ്ടപ്പെട്ടാലും, മക്കളോ ഭർത്താവോ ഭാര്യയോ കുടുംബമോ വീടോ കച്ചവടോ എന്തോ നഷ്ടപ്പെട്ടു, അപ്പൊ അല്ലാഹുവിലേക്കാണ് എല്ലാം എന്ന് പറഞ്ഞു. അള്ളാഹിനോട് ഇതിനേക്കാൾ ഖൈറായത് പകരം തരണേ എന്നങ്ങ് ദുആ ചെയ്താൽ തീർച്ചയായും അതിന് പരിഹാരമുണ്ടായി, ആ പകരം ഖൈർ ലഭിക്കും. ഇതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്ന് എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു എന്നോട് വന്ന് പറഞ്ഞു. ഉമ്മു സലമ ബീവി പറയുകയാ, ഫഹഫിൽതു ദാലിക മിൻഹു എന്റെ ഭർത്താവ് ഇൽമി എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് മനഃപ്പാഠമാക്കി. ഇനി കേൾക്കണ്ട സഹോദരാ സഹോദരി, ഫലമ്മാ തൂഫിയ അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന എന്റെ ഭർത്താവ് വഫാത്തായപ്പോൾ എനിക്കവരോട് വലിയ ഇഷ്ടമാണ്, അവർക്ക് എന്നോടും വലിയ താല്പര്യമാണ്. എന്റെ കാഴ്ചയിൽ ഏറ്റവും നല്ല ഭർത്താവ് എന്റെ ഭർത്താവാണ്. അവര് വഫാത്തായപ്പോൾ ഇസ്തർജഅ്തു ഞാൻ ഉടനെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ ദിക്ർ ചൊല്ലി വഖുൽതു എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹു ഇതാ എന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്നത് എനിക്കൊരു മുസീബത്താണ്, അതിനെനിക്ക് പ്രതിഫലം നൽകണമേ അല്ലാ. ഇദ്ദേഹത്തെക്കാൾ നല്ല ഭർത്താവിനെ പകരം തരണമേ അല്ലാ. അതന്നല്ലേ ആ ദുആഇന്റെ അർത്ഥം. ഞാൻ ദുആ ചെയ്തു. സുമ്മ റജഅതു ഇലാ നഫ്സി പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എന്റെ വീട്ടിലേക്ക് എന്നിലേക്ക് മടങ്ങി. ഫഖുൽതു മിൻ ഐന ലീ ഖൈറും മിൻ അബീ സലമ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയും ചെയ്തു, പടച്ചോനെ അബൂ സലമ എന്ന എന്റെ ഭർത്താവിനേക്കാൾ ഖൈറുള്ളൊരു ഭർത്താവിനെ എവിടുന്ന് കിട്ടാനാണ്, എങ്ങനെ കിട്ടാനാണ്? സംഗതി അങ്ങനെയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞെങ്കിലും എന്റെ മനസ്സിങ്ങനെ പറയാൻ തുടങ്ങി, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖൈറുള്ള ഒരാളെ മിൻ ഐന ലീ ഖൈറും മിൻ അബീ സലമ അബൂ സലമയേക്കാൾ ഖൈറുള്ള ഒരാളെ എവിടുന്ന് കിട്ടാനാ? അങ്ങനെ കേൾക്കനോ ഫലമ്മൻ ഖലത ഇദ്ദതി അങ്ങനെ എന്റെ ഇദ്ദയെല്ലാം കഴിഞ്ഞപ്പോൾ, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദിരിക്കണ്ടേ? വേണ്ടേ? ഇരിക്കണം.
പൂർണ്ണമായ 3 ശുദ്ധി, ആ ഘട്ട ശുദ്ധി വരെ ഇദ്ധരിക്കണം. 4 മാസവും 10 ദിവസവും ഇദ്ധരിക്കണം. ഏതായാലും എന്റെ ഇദ്ദയൊക്കെ കഴിഞ്ഞു. ഇദ്ദയൊക്കെ കഴിഞ്ഞപ്പോ കേൾക്കണോ, ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് ഹബീബായ നബി തങ്ങൾ കടന്നു വരികയാണ്. ഞാനൊരു തോല് ഊറക്കിടുകയാണ്. ആ സമയത്ത് ഹബീബായ നബി എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ മുത്തുനബി ഞാൻ ഏർപ്പെടുത്തിയ സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്നു. അങ്ങനെ കേൾക്കണോ, ഫഖതബനി ഇലാ നഫ്സി, ആ വരവിന്റെ ലക്ഷ്യം കേൾക്കണോ, ഹബീബായ നബി തങ്ങൾ എന്നെ വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. എന്നെ മുത്തുനബി വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. ഫലമ്മാ ഫറഗ മിൻ മഖാലതിഹി, നബി തങ്ങൾക്ക് പറയാനുള്ളതൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ബി അല്ലാ യകൂന ബിക റഗ്ബ, എനിക്ക് അങ്ങയോട് വലിയ ആഗ്രഹമുണ്ടെന്നത് പറയാനില്ല. അങ്ങ് റഹ്മത്തുൽ ലിൽ ആലമീന, അങ്ങ് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ രാജകുമാരനാണ്. അല്ലാഹു എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇത് തന്നെയാ. പക്ഷേ വലാകിൻ ഇംറഅതുൻ ഫിയ ഗീറത്തുൻ ശദീദ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു പെണ്ണാണ് നബിയെ. ഫഅഖാഫു അൻ തറാ മിന്നി ശൈആ യുഅദ്ദിബുനി അല്ലാഹു ബിഹി, അങ്ങയോട് എന്തിനെങ്കിലും ഞാനൊന്ന് ദേഷ്യപ്പെട്ടു പോയാൽ അല്ലാഹു എനിക്ക് നൽകുന്ന ശിക്ഷ എത്രയായിരിക്കും നബിയേ. മാത്രമല്ല പ്രായം ഏറെയുള്ള പെണ്ണാണല്ലോ ഞാൻ. എനിക്ക് മക്കളുമുണ്ടല്ലോ നബിയെ, പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ നിലകൊള്ളുക? ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉമ്മു സലമ, അമ്മാ മാ ദക്കർതി മിനൽ ഗീറ ഫസൗഫ യുദ്ഹിബുഹ അല്ലാഹ്, നിന്റെ ഈർഷ്യത, പെട്ടെന്നുള്ള ദേഷ്യമുണ്ടല്ലോ, അത് അല്ലാഹു നീക്കിത്തരും. അത് നിന്നിൽ നിന്നൊഴിവാകുന്നതാണ്. പിന്നെ ഫഅമ്മാ ദക്കർതി മിനസ്സിന്നി, നീ പറഞ്ഞ വയസ്സുണ്ടല്ലോ, ഫഖദ് അസാബനി മിസ്ലുല്ലദീ അസാബകി, നിനക്കുള്ള ആ പ്രായമൊക്കെ എനിക്കുമുണ്ടല്ലോ. പിന്നെയോ ഫഅമ്മാ മാ ദക്കർതി മിനൽ ഗിയാൽ, മക്കളുണ്ടെന്ന കാര്യം നീ പറഞ്ഞില്ലേ, ഫഇന്നമാ ഗിയാലുക ഗിയാലി, നിന്റെ ആ മക്കൾ ഇനി മുതൽ എന്റെ മക്കളായി മാറുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഫഖാലത് ഖദ് സല്ലംതു ലിറസൂലില്ലാഹ് ഫതസവ്വജഹാ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾക്ക് ഞാൻ സമ്മതം മൂളി. ഹബീബായ നബി തങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തല്ലോ. സുബ്ഹാനല്ലാഹ്. എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അബ്ദലനി അല്ലാഹ് ബി അബീ സലമത ഖൈറൻ മിൻഹു റസൂലുള്ളാഹ്. ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും നല്ല ഭർത്താവ് എന്റെ നേരത്തെയുള്ള ഭർത്താവ് അബൂ സലമയായിരുന്നെന്ന. പക്ഷേ അബൂ സലമയേക്കാൾ ഖൈറുള്ളൊരു ഭർത്താവിനെ എനിക്കിനി ഭൂലോകത്ത് കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. പക്ഷേ അബ്ദലനി അല്ലാഹു ബി അബീ സലമ ഖൈറൻ മിൻഹു, അബൂ സലമയേക്കാൾ എത്രയോ ഖൈറുള്ള, ലോകത്തിന്റെ ഗുരുവായ സൗന്ദര്യത്തിന്റെ മുത്തായ കാരുണ്യത്തിന്റെ കവാടമായ ഭൂലോകത്തിന്റെ വസന്തമായ മക്കയുടെ മാരുതനായ മദീനായുടെ നിലാവുളിയായ ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു എനിക്ക് ഭർത്താവാക്കി തന്നു.
സഹോദരാ സഹോദരി, എന്തിനാണിത് പറയുന്നത്? ഏതൊരു മുസീബത്ത് വരുമ്പോഴും എല്ലാം തീർന്നുവെന്ന് കരുതണ്ട. എല്ലാം ഇലാഹായ റബ്ബിന്റെ അടുക്കല. അതുകൊണ്ട് വല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്തുമ്പോഴും അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ. പടച്ചോനെ, എൻ്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഖൈറായത് പടച്ചവനെ വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് പകരം തരണേ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം.